ഓക്ക് ഇഷ്ടല്ലേ? മേലാല് ഓളെ പറകിലെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ CPM നമുക്ക് പറയാനുള്ളതാണ്, കുട്ടിയാക്ക് ഇഷ്ടല്ലേ മേലാല് പിറകിലെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഉളുപ്പ് വേണ്ടേ കൈമാരെ? കുട്ടിയാക്ക് ഇഷ്ടല്ലേന്ന് ഓലെ ഒരു തന്നെ ചുക്കൂറിന് ഒരു ഭാഗത്ത് വെട്ടി ഇപ്പുറത്തുള്ള മലത്തി ഈ തോന്നിയാസം കളിച്ചേർന്ന പോലെ കുട്ടിയാക്ക് ഇഷ്ടല്ല. അതുകൊണ്ട് മേലില് ലീഗിന്റെ പിറകിലെങ്ങാനും വന്നാൽ ബാക്കി ഞാൻ പറയണില്ല. ഈ തല്ലിപ്പൊളികളെയൊക്കെ സാഹിത്യകാരൻ പൗരപ്രമുഖരെന്ന് ആരോടോ പേരിട്ടു? ഇവനാണോ പൗരപ്രമുഖൻ? നാട്ടിൽ കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുള്ളവരും വേണ്ടി ശബ്ദിക്കാൻ കഴിയാത്തവരെ പൗരപ്രമുഖർ എന്നാരാ വിളിച്ചത്? അവരെ വിളിക്കേണ്ടത് ചെരുപ്പ് നക്കി എന്നാണ്. ചെരുപ്പ് നക്കി എന്നാണ്. അത്ര ആളുകൾക്ക് ലോകം മുഴുവൻ കൊടുത്ത പേരതാണ്. നമസ്കാരം. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി സാഹിബ്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. പിണറായിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. കാരണം അടിമുടി പിണറായിസ്റ്റുകളെയും പിണറായിയെയും പൊളിച്ചെടുക്കുകയാണ് അദ്ദേഹം തന്റെ അനവധിയായ പ്രസംഗത്തിലൂടെ. ഇത് ഇപ്പോഴൊരു പ്രസംഗവും കേട്ടിരിക്കുകയാണ്. അതിൽ മുസ്ലിം ലീഗിന്റെ പിന്നാലെ വരണ്ട എന്ന് പറയുന്നുണ്ട്. അത് നടക്കാത്ത മോഹമാണ്. അതിന് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ കാമുകൻ ചെറുക്കന്മാരുണ്ടല്ലോ, അവര് പെൺകുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. ആ നടപ്പ് കണ്ട് അവസാനമാവുമ്പോൾ ആങ്ങളമാരും ഉമ്മച്ചിമാരും ഒക്കെ ഇറങ്ങും. അനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. കാര്യമുണ്ടോ, അവനോട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ച് പെൺകുട്ടിയോട് പറയാണ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ കാമുകൻ ചെറുക്കന്മാരുടെ അടുത്ത് പറയും, ഈ പരിപാടി ഇവിടെ നടക്കില്ല, അതുകൊണ്ട് വേണ്ട, നിർത്തിപ്പോയിക്കോ എന്ന് പറയും. ആ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. വളരെ രസകരമായിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് മന്ത്രി സജി ചെറിയാന്റെ കാര്യമാണ്. ദൈവത്തെ പോലെയാണ് പിണറായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ സാഹിത്യകാരൊക്കെ എന്ത് ആളുകളാണെന്നാണ് പറയുന്നത്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാതെ പിണറായിയുടെ തീന്മേശയ്ക്കരികിൽ പോയിരുന്ന് തിന്ന് കുടിച്ചു വരുന്ന ഇവരൊക്കെ ചെരുപ്പ് നക്കികളാണ്. അങ്ങനെയാണ് കാലം അവരെ വിശേഷിപ്പിക്കുന്നതെന്നും അദ്ദേഹം മുഖം നോക്കാതെ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തന്റെ പ്രസംഗത്തിലുടനീളം പിണറായിയെ പൊളിച്ചടക്കുന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ആ പ്രസംഗത്തിലേക്ക് എന്താ വരാത്ത? നമ്മുടെ നാട്ടിൽ പിന്നെ അധികാരം കയ്യിൽ വിളിച്ചാൽ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണ്. പ്രഭാത തീറ്റി, ഉച്ച തീറ്റി എന്തിനും പോകും, അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പക്ഷെ അവരോട് ഞാൻ ഇന്നലെ ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ചെറുപ്പക്കാരനെ തെരുവിലിട്ടിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയിട്ട് അത് ഞാൻ അവര് പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയാന്ന് പറഞ്ഞിട്ട് തൊട്ടു പിറ്റേ ദിവസം കണ്ണൂരിൽ രാവിലെ പൗരപ്രമുഖന്മാരുടെ കൂട്ടത്തിൽ പോയിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ലാതെ നക്കിപ്പോന്നവന്റെ പേര് സാഹിത്യകാരൻ എന്നാണോ, കലാകാരൻ എന്നാണോ, പൗരൻ എന്നാണോ? എഴുന്നേറ്റിട്ട് ചോദിക്കാൻ എന്തിന്? ഏമ്പക്കം വിടുമ്പോ പോലും ഒച്ച കേൾക്കണ്ടെന്ന് വിചാരിക്കുന്ന ഭീരുക്കളാണ് ഇവർ. രാജാവ് ഒച്ച കേട്ട കോപിക്കുമല്ലോ, അതുകൊണ്ട് ചവക്കുന്നത് പോലും സൂക്ഷിച്ച് ചവക്കുന്ന ഈ തല്ലിപ്പൊളികളെയൊക്കെ സാഹിത്യകാരൻ പൗരപ്രമുഖരെന്ന് ആരോടോ പേരിട്ടു? ഇവനാണോ പൗരപ്രമുഖൻ? നാട്ടിൽ കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുള്ളവരും വേണ്ടി ശബ്ദിക്കാൻ കഴിയാത്തവരെ പൗരപ്രമുഖർ എന്നാരാ വിളിച്ചത്? അവരെ വിളിക്കേണ്ടത് ചെരുപ്പ് നക്കി എന്നാണ്. ചെരുപ്പ് നക്കി എന്നാണ്. അത്ര ആളുകൾക്ക് ലോകം മുഴുവൻ കൊടുത്ത പേരതാണ്. ഞാൻ പറയണത് അവർ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവില്ല. മുന്നണിയിലുണ്ടോ? ഉണ്ട്. CPI പറഞ്ഞു അത് മുന്നണിയല്ല, സഖ്യമാണ്. ഉണ്ടാവില്ല. കാരണം കരുവന്നൂർ ബാങ്ക് ഒരു പ്രശ്നമാണ്. ഇന്നെന്താ വന്ന വാർത്ത? ഞങ്ങള് കരുവന്നൂർ ബാങ്കിലെ കോടിക്കണക്കിന് ഇടപാടുകൾ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും തമ്മിൽ ചേർന്നാണ് പാവപ്പെട്ടവന്റെ പൈസ അടിച്ചു മാറ്റിയത്. അതുകൊണ്ട് കൂടൂല. ഞാൻ എന്റെ സ്നേഹമുള്ള സ്നേഹത്തിന്മാരോട് പറയാണ്, പ്രസാദ് മരിച്ചത് ഗവൺമെന്റാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിട്ടാണ്. ലോട്ടറി വിൽപ്പനക്കാരൻ ഓമല്ലൂർ ഗോപി മരിച്ചത് ഗവൺമെന്റാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിട്ടാണ്. ഇവരൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഓരോ നാട്ടിൽ നടത്തുന്ന ഈ പരിപാടി, ഈ നവകേരള ബിരിയാണി പരിപാടി ഉണ്ടല്ലോ, അത് സത്യത്തില് രാവിലെ ആ പ്രമുഖന്മാരൊക്കെ അന്യ പൈസ ഉണ്ടല്ലോ, പന്തലിട്ട പൈസ ഉണ്ടല്ലോ, വണ്ടിക്ക് കൊടുത്ത പൈസ ഉണ്ടല്ലോ, ആ നാട്ടിലെ കുറച്ച് പാവങ്ങൾക്ക് കൊടുത്താൽ അതെങ്കിലും ആശ്വാസമാവുമായിരുന്നു. അതുമില്ല. കണക്കില്ലാതെ എല്ലാന്റെ കയ്യിലും ഭരിച്ചു.
ഈ ഗൾഫിലുള്ള എത്ര പേർക്ക് വിളി വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്? ആർക്കാ വരാത്തത്? എല്ലാവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി പിരിച്ചു, എന്നിട്ട് നടത്തി. ഇപ്പൊ ശരിക്ക് എന്താണ് അലാവുദ്ദീനും 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ എന്താണ് പറക്കും തളികയും 21 കള്ളന്മാരും എന്ന് പറയേണ്ടിടത്തേക്കാണ് ഈ ജാഥ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇപ്പൊ എനിക്ക് വലിയ തമാശ ഉണ്ടായ ഒരു കാര്യം കാര്യങ്ങള് NCC കേഡറ്റുകൾ, സാധുക്കൾ, കുട്ടികൾ, നമ്മളെ മക്കളൊക്കെ NCCയിൽ പോവല്ലോ, ഓരൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടാണ്. ആ കുട്ടി ഒന്ന് ഉഷാറായിട്ട് വീശിയതാണ്, അറിയാണ്ട് കണ്ണ് തട്ടിപ്പോയി. അപ്പൊ ഞാൻ നേരത്തെ അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ പരിപാടി പ്രസംഗിക്കാൻ എത്ര ആൾക്കാരുടെ കാൽവ ചവിട്ടിപ്പോയി. ഇതെല്ലായിടത്തും ഉണ്ടാകുന്ന സ്ഥിതിയല്ലേ? നമുക്ക് പ്രത്യേകിച്ച് അറിയാം, ഒരു പരിപാടിയിൽ ഫോട്ടോ എടുക്കാൻ നേരത്തെ എമ്മാതിരി തള്ളാണ്. ഒരുത്തന്നെ മറ്റോണങ്ങനെ അങ്ങനെ സൈഡാക്കലാണ്, പിടിച്ചു നിൽക്കാൻ നോക്കുക എന്നല്ലാണ്ട് വേറെ രക്ഷയൊന്നും ഉണ്ടാവില്ലല്ലോ. എവിടെ നിന്നല്ല എന്തായാലും തല്ലുണ്ടാവും. അതുപോലെ ഒരു കുട്ടിന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധാണ്. എന്നിട്ട് ഇന്നലെ വേറൊരു സീനുണ്ട്. ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് സമാധാനിപ്പിച്ച് വിടുകയാണ്. തരക്കടില്ല, അത് ഒരു PR വർക്കാണ്. പക്ഷെ അതിന്റെ ലാസ്റ്റ് കമന്റ് ഉണ്ട്, എന്താ അറിയോ? അച്ഛൻ പറയാ, കുട്ടീന്റെ വാപ്പ പറയാണ്, ഓ ഭയാശങ്കകൾ മാറി, പേടിച്ചു ഉത്തർക്കേനി. എപ്പോഴാ മറ്റേ വണ്ടി വരിക? എന്റെ ചങ്ങായിമാരെ, നമ്മള് ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് നമ്മളുടെ അടുത്ത് നിന്ന് നടക്കുമ്പോ അവന്റെ കൈയൊന്ന് കണ്ണിലിങ്ങനെ തട്ടി, നമ്മളൊന്ന് കണ്ണ് തുടച്ചിട്ട് ഓനെ വിളിക്കൂലേ, ബാമനെ എന്തേ സാരല്ല കേട്ടോ. ഈ കുട്ടി പേടിച്ചിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ആനേറെ ഇയാളുടെ നോട്ടുണ്ട്. നാട്ടിൽ സഖാക്കളൊക്കെ പറിച്ച് നിൽക്കുകയാണ്. ആ ജാതി നോട്ടൻ ഇവിടെ അപ്പൊ തന്നെ ഒന്ന് പറഞ്ഞാ പോരായിരുന്നു. ഇത് പെയ്യുന്നവരായപ്പോ ആൾക്കാർ പറഞ്ഞു സംഗതി സീന് മോശമാണേ, അതുകൊണ്ട് നമുക്കൊരു വേറെ സീൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് PR-കാരെല്ലാം കൂടി കൂട്ടിയിട്ട് പിറ്റേന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് സമാധാനമായിക്കണ്ട്. അതും പൊളിഞ്ഞി. കാരണം എന്താണ്? കുട്ടിന്റെ വാപ്പ പറയാണ്, ഞങ്ങളുടെ ഭയാശങ്കകളൊക്കെ മാറി, ഈ സാധുക്കൾ പേടിച്ച് കുത്തിരിക്കായിരുന്നു എന്ന്. അപ്പോഴാ മനസ്സിലായത് ഇതാണ് നിങ്ങളുടെ രീതി. കോടതി പറയാണ്, ഈ ചിയർ ഗേൾസിനെ പോലെ നിങ്ങൾ ഈ കുട്ടികളെ റോട്ടിൽ നിർത്തിയിട്ടാണോ ഈ കളി? കോടതിയെ ചോദിക്കുന്നത്. മനസ്സിലാക്കണം, ചെറിയ കുട്ടികളെ റോട്ടിൽ നിർത്തുക, എന്നിട്ട് ഓർക്കെന്ത് പിണറായി, ഓർക്കെന്ത് ഉമ്മൻചാണ്ടി, ഓർക്കെന്ത് രാഷ്ട്രീയക്കാര്, 4 വയസ്സുള്ള 5 വയസ്സുള്ള കുട്ടികൾ. എന്നിട്ട് പറയാൻ, കുട്ടികൾ കൈവീശുന്നത് കണ്ടില്ലേ? അവർ കൈവീശുന്ന നിഷ്കളങ്കരല്ലേ? ആണ്. ഞാൻ ചോദിക്കണേ, ഈ കുട്ടികളെ പൊരുവലത്ത് നിർത്തി ടാറ്റ കാട്ടിയിട്ട് ആസ്വദിക്കുന്നത് മനോവൈകൃതാണ്. ആ വൈകൃതത്തിന്റെ പേരാണോ ഈ നവകേരളം എന്ന് പറയുന്നത്? ഇത് മാനസികമായിട്ടുള്ള എന്തോ കുഴപ്പമാണ്. ഞാൻ പറയണത്, ഇന്നലെ ചെറിയാൻ പറയാണ്, കാര്യം നമ്മളെ മന്ത്രി ചെറിയാൻ പറയാണ്, പിണറായി വിജയൻ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. ഞാൻ പറയാം, നമുക്കിപ്പോ ആ ഒരു ആശ്വാസം എന്താണ്? ഇതവിടെ നിസാറും KMCC-കാരെല്ലാരും ഉണ്ട് അല്ലേ? ഇവരെല്ലാരും ഉണ്ട്. പിന്നെ ഇവിടുത്തെ KMCC പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെല്ലാം കുത്തിത്തിരിപ്പും പിത്തനെ. നമുക്ക് ആകെ ഒരു സമാധാനം എന്താ? മരിച്ചു പോയ അള്ളാന്റെ അടുത്തൊരു സമാധാനം കിട്ടുമല്ലോ എന്നല്ലേ? പടച്ചോനെ വിചാരിച്ചിട്ടല്ലേ മക്കളെ നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പം ദൈവം എന്ന് പറഞ്ഞാൽ പിണറായിനെ പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാനുള്ള സമാധാനം പോയി പോലെ. നിങ്ങൾ ആലോചിച്ച്, ദൈവവും പിണറായിനെ പോലെ ആണെങ്കിൽ പിന്നെ എന്ത് സമാധാനം ഈ ലോകത്തുണ്ടാവുക? ചെറിയാൻ പറയാണ്, ദൈവത്തെ പോലെയാണ് പിണറായി വിജയൻ എന്നാണ് അയാൾ പറയുന്നത്. ഇന്ന് വേറൊരു വലിയ തമാശ ഉണ്ട്. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയില്ലേ? തട്ടിക്കൊണ്ടുപോയ പ്രതി പറഞ്ഞതിനെ കുറിച്ച് ADGP എന്താണ് മിസ്റ്റർ അജിത് കുമാർ ഇന്ന് പത്രക്കാട് പറഞ്ഞ കാര്യങ്ങള് ഇയാൾ പറഞ്ഞത്ര പ്രതി പറഞ്ഞ എന്താ വെച്ചാൽ, എന്തിനാണ് ഇനി കൊണ്ടായത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സമൂഹത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിലര് വലിയ കോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പരിപാടി ഞാൻ നടത്തിയാലോ നോക്കിയതാണ്. മൂപ്പര് കാണുന്നുണ്ടേ നമ്മളെ ചില ആൾക്കാരെ വീട്ടിൽ നിൽക്കണ മക്കളൊക്കെ ഒരു പരിപാടിയില്ലല്ലോ, കോടീശ്വരന്മാരല്ലേ, വെറുതെ കരിമണലിൽ നിന്നൊക്കെ പൈസ അങ്ങനെ കൊടുത്തേക്കല്ലേ. അപ്പൊ ഇയാൾ പറഞ്ഞു, ലോകത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് പലരും പല വിധത്തിൽ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ നടത്തിക്കോട്ടെ എന്നാണ് മൂപ്പർ ആലോചിച്ചതാണ്. ഇന്ന് ആ പ്രതി പറഞ്ഞ കാര്യമാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ആളുകളുടെ ഒരു ധാരണ ഇതാണ്, എങ്ങനെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും നടത്താം, പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചാലും എല്ലാവരും വന്നോളൂ. അതുകൊണ്ട് അതിനു വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുക. ഒരു കാര്യം നമുക്ക് സ്നേഹപൂർവ്വം പറയാം, ഇതൊക്കെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു പണി ലീഗല്ല, ലീഗിനെ കൊണ്ടുപോകലും അല്ല. അത് സാധിക്കലി തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പണി നടക്കൂല. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേക്ക്, വെറുതെ നിങ്ങളത് വിചാരിക്കേണ്ട. ഇനി അതിന്റെ അപ്പുറത്ത് ലീഗിൽ ആരും പറയാനില്ല, നമ്മളെ പണിക്ക് പോണില്ല. കാര്യം എന്താ? ഒറ്റ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ ഇങ്ങനെ CPM എങ്ങനെ പറയും, എല്ലാവരും പറയും ഇത് പോകുന്നില്ല എന്ന് പറയും. ഇവർക്ക് ഉളുപ്പില്ലാത്തോണ്ട് മനസ്സിലാവണ്ടേ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ പറകില് ആൺകുട്ടികളെ ഇങ്ങനെ നടക്കും. എങ്ങനെ? ചില കാമുകന്മാരുണ്ട്, ഇങ്ങനെ നടക്കും. കുറെയൊക്കെ ആൾക്കാർ സഹിക്കും. അവസാനം വിളിച്ച് റോൾ ചോദിക്കും, എന്താ എനിക്ക് വല്ല പരിപാടി ഉണ്ടോ? പെൺകുട്ടികൾ പറയും, നമുക്കൊരു താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല അറിയും. അപ്പണ്ട് ആങ്ങളാർ ഇറങ്ങൽ, അമ്മമാരും ആങ്ങളാരും ഇറങ്ങിയിട്ട് പറയും, ഓക്ക് ഇഷ്ടല്ലേ,
മേലാല് ഓളെ പറകിലെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ CPM-നോട് നമുക്ക് പറയാനുള്ളതാണ്, കുട്ടിയാക്ക് ഇഷ്ടല്ലേ മേലാല് പിറകിലെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഉളുപ്പ് വേണ്ടേ കൈമാരെ. കുട്ടിയാക്ക് ഇഷ്ടല്ലേന്ന് ഓലെ ഒരു തന്നെ ചുക്കൂറിന്റെ ഒരു ഭാഗത്ത് വെട്ടി ഇപ്പുറത്തുള്ള മലത്തി ഈ തോന്നിയാസം കളിച്ചാർന്ന പോലെ കുട്ടിയാക്ക് ഇഷ്ടല്ല. അതുകൊണ്ട് മേലില് ലീഗിന്റെ പിറകിലെങ്ങാനും വന്നാൽ ബാക്കി ഞാൻ പറയണില്ല. എല്ലാ അഭിവാദ്യങ്ങളും നിർത്തുന്നു. ജയിക്കുന്നു.